ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഞായറാഴ്ചയായിട്ട് ഇന്ന് പപ്പയെ കുറച്ച് മഞ്ഞളും ഇഞ്ചിയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നട്ടത് നമ്മുടെ മമ്മിമാരാണ്. മമ്മി നട്ടിട്ട് പോയതാട്ടോ. സാധാരണ ഇങ്ങനെയുള്ള പണികളൊക്കെ മമ്മിമാർ വരുമ്പോഴാണ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ എൻ്റെ അമ്മ വരുമ്പോൾ അല്ലെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മ മദർ ഇൻ ലോ വരുമ്പോൾ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ പണികളൊന്നും എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവരാണ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ. പിന്നെ മാത്രമല്ല ഈ തൂമ്പാ പണിയൊക്കെ എടുത്തിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് പെയിൻ വരും. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് പിന്നെ എനിക്ക് ഭയങ്കര കിടപ്പൊക്കെ ആയിരിക്കുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ ആളിതേ ഇഞ്ചിയാണ് കേട്ടോ പറിക്കുന്നത്. ഇത് മഞ്ഞളും ഇടയ്ക്ക് പറിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഈ ഇഞ്ചി നട്ടിട്ടുള്ളൂ. പിന്നെ അവിടെ ഇവിടെ കേട്ടൊക്കെ കുറച്ച് ഭാഗങ്ങളിലാണ് ഈ മഞ്ഞളൊക്കെ നട്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണെന്ന് കേട്ടോ. പക്ഷെ അത്ര എളുപ്പമല്ല. കാരണം ഇത് ഒരുപാട് ഇങ്ങനെ പൊട്ടിച്ചീമ്പി പോവാത്ത രീതിയിൽ. പിന്നെ ഞങ്ങളുടെ മണ്ണാണെങ്കിൽ അത്ര വളക്കൂറുള്ള മണ്ണൊന്നുമല്ല, ഭയങ്കര കല്ല് പോലെ ഇരിക്കുന്ന മണ്ണാണ്. അപ്പോൾ ആ കല്ല് പോലെ ഇരിക്കുന്ന മണ്ണിൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുത്തി ഇങ്ങോട്ട് ഏക്കുകയല്ല. അത്ര ഈസി ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു പോരത്തില്ല. കാര്യം നമ്മൾ കുറേ ഇലകളും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. പക്ഷെ അതൊന്നും ഇതിന് പോരാ. അത്രയ്ക്കും കല്ലാണ്. അതായത് ചെങ്കല്ല് ഭൂമിയാണേ. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും നിറച്ച് നല്ല ചെങ്കല്ലുകൾ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ കൃഷിയൊന്നും ചെയ്യാനായിട്ട് അത്ര വലിയ സെറ്റപ്പൊന്നുമല്ല. പിന്നെ നമ്മളിങ്ങനെ വെറുതെ ഈ പുറയിൽ കിടക്കുന്ന കുറച്ച് സ്ഥലം അത് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി. പിന്നെ കാട് പിടിച്ചും പുല്ല് പിടിച്ചും കിടക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നട്ടു വയ്ക്കാമല്ലോ എന്ന് കരുതി. കാര്യം ഇവിടെ ആഫ്രിക്കൻ ഓച്ചിൻ്റെയൊക്കെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ആഫ്രിക്കൻ ഓച്ചുണ്ട്, തോരപ്പനുണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്തൊക്കെ ഒരുപാട് ശല്യം ഈ ആഫ്രിക്കൻ ഓച്ചിൻ്റെ ഉള്ളതുകൊണ്ട് പല സാധനങ്ങളും ഞാൻ അതായത് ആദ്യം ഞാൻ നടുമ്പോഴൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നല്ല രീതിയിൽ എനിക്ക് കിട്ടുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ആഫ്രിക്കൻ ഓച്ചിൻ്റെ ശല്യം കൊണ്ട് ഇതൊന്നും നടക്കുകയില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നട്ട് കഴിഞ്ഞപ്പം വലിയ കുഴപ്പമില്ലാണ്ട് നമുക്ക് കുറച്ചും കിട്ടും കേട്ടോ. പിന്നെ ഒരുപാട് വളവും കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ചെറുതായിട്ടൊക്കെ നമ്മൾ മറ്റ് ചെടികൾക്കൊക്കെ വളം ചെയ്യുമ്പോൾ കിട്ടും. അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ ഉണ്ട്. അപ്പോൾ മഞ്ഞൾ കുറച്ച് കൂടുതൽ കിട്ടിയാൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. മഞ്ഞൾ ഇവിടെ തന്നെ ഇതുപോലെ ഉണ്ടായ മഞ്ഞൾ മമ്മി കഴുകി ഉണക്കി നുറുക്കി പൊടിച്ചതാട്ടോ. ഞങ്ങൾ പുഴുങ്ങാണ്ട് പൊടിച്ച മഞ്ഞളായിരുന്നു കേട്ടോ. കാരണം പുഴുങ്ങി പൊടിക്കാനൊക്കെ ഒന്നും നിൽക്കാണ്ട് നേരെ ഡയറക്റ്റ് അങ്ങോട്ട് കഴുകി ഉണക്കിയിട്ട് അങ്ങോട്ട് പൊടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടോ, ഇഞ്ചി പറിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇത്ര ഈസി അല്ല ഇത് പറിക്കാനായിട്ട്. നമ്മളിങ്ങനെ വിചാരിക്കും ഇത് കാണുമ്പോഴേ ഇത് ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ ഗൈസ്. ചെറിയൊരു കൊലയിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വലിയ കാര്യമായിട്ട് കാണുമെന്ന് തോന്നും. പക്ഷേ ഇതൊന്നും ഇത്രയൊക്കെ തന്നെ എല്ലാത്തിലും ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ, അതായത് ചില ഇഞ്ചിയുടെയൊക്കെ കടയിലൊക്കെ കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷേ എന്തായാലും ഉള്ളത് കിട്ടിയതായല്ലോ. ഇപ്പോൾ ഇഞ്ചിക്കൊക്കെ നല്ല വിലയല്ലേ. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇഞ്ചി എടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മൾ ബാലൻസ് ഉള്ളത് നല്ലത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഉണക്കി വെക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഇഞ്ചിപ്പുളി ഉണ്ടല്ലോ, പുളിയിഞ്ചി, അതൊക്കെ കറി ഉണ്ടാക്കി വെക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കത് ചോറിൻ്റെ കൂടെ കൂട്ടാമല്ലോ. അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല മെനക്കെട്ട പണിയാണ്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ചുറ്റുമൊക്കെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നന്നാക്കുന്നുണ്ട്. അപ്പോൾ ഞാനും നമ്മുടെ കുഞ്ഞുമാവയും കൂടിയാണ് കേട്ടോ ഇതൊക്കെ വീഡിയോ ഒക്കെ പിടിക്കാൻ വേണ്ടി പോയിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി എടുത്ത് കാണിക്കുക കേട്ടോ കാണുന്നത്. ഒരുപാടൊന്നും ഉണ്ടായില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അവസാനം ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ എത്രത്തോളം പറിച്ചിട്ടുണ്ടെന്നുള്ള വീഡിയോ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഞങ്ങൾ മഞ്ഞൾ കുറേയൊക്കെ പറിച്ച് തീരാറായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മഞ്ഞൾ പറിക്കുന്ന ഒരുപാട് വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. ഇഞ്ചി പിന്നെ നിൽക്കുന്ന ഒരു ഇത്തിരി ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അത്രയും ഭാഗം തന്നെയുള്ളൂ ഇഞ്ചി. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കാന്താരി മുളക് 1-2 തൈകളൊക്കെ മുളച്ച് പൂവിടാൻ തുടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പൂവല്ല, കായിടാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ തുടങ്ങിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇളകി പോരുമല്ലോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മാറ്റി നടാനൊക്കെ നോക്കിയിട്ടുണ്ടായി, മാറ്റി നട്ടിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ ഒരു കാന്താരി മുളകിൻ്റെ തൈ ഇങ്ങനെ ചാഞ്ഞ് വരുക കേട്ടോ. അപ്പോൾ അതൊക്കെ പതുക്കെ സൂക്ഷിച്ച് വേരൊന്നും പൊട്ടാത്ത രീതിയിൽ തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. വീര് പൊട്ടിക്കഴിഞ്ഞാൽ കാന്താരിമുളക് ഇപ്പം ഞാനിവിടെ വീട്ടിലൊക്കെ എല്ലാം കാന്താരിമുളകാട്ടോ ഉപയോഗിക്കുന്നത്. കാരണം കാന്താരിമുളക് നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ പരമാവധി മുളകിന് പകരം ഞാൻ എല്ലാത്തിനും കാന്താരിമുളക് ഉപയോഗിക്കുള്ളൂ. പച്ചമുളക് ഉപയോഗിക്കേണ്ട കറികളാണെങ്കിൽ പോലും ഞാൻ പരമാവധി കാന്താരിമുളക് ഉപയോഗിക്കുള്ളൂ കേട്ടോ. കാരണം ഇവിടെ വിഷമില്ലാതെ നമുക്ക് കിട്ടണത്. പിന്നെ പച്ചമുളക് ഞങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ എല്ലാം ഒരുപാടൊന്നും ഉണ്ടാവുന്നുണ്ടായില്ല.
അപ്പോൾ കാന്താരിമുളക് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ മഞ്ഞൾ പറിച്ച് വെച്ചേക്കുന്നത്. മഞ്ഞൾ ഒരു റബ്ബർ കൊട്ടയുടെ കുറച്ച് ഭാഗത്തൊക്കെ ഉണ്ട്. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഇതിലും കൂടുതലൊക്കെ മഞ്ഞൾ കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മി കുറേ ഈ നമ്മുടെ ചാരമൊക്കെ കൊണ്ടുവന്ന് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിനകത്തിപ്പോൾ അങ്ങനെ ചാരമൊന്നും കണ്ടിന്യൂസ് കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല. ഞാൻ കുറച്ചൊക്കെ ചാരം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വിറകടുപ്പ് കത്തിക്കലൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാരം വളരെ കുറവാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് മാത്രമേ വെച്ച് വിറകടുപ്പൊക്കെ കത്തിക്കുള്ളൂ. പിന്നെ മമ്മി ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ മമ്മി ചാരമൊക്കെ വിറകടുപ്പ് കത്തിക്കുന്നതുകൊണ്ട് ചാരം കുറേ ഉണ്ടാവും. അപ്പോൾ ഈ ചാരമാണ് ഇതിനൊക്കെ ഏറ്റവും നല്ല വളർന്ന മമ്മി പറഞ്ഞത്. ചാരവും പിന്നെ ഞാൻ എന്താ മറന്നു പോയിട്ടോ, അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയും. അപ്പോൾ നമ്മുടെ ഇഞ്ചി പറിച്ചെടുത്തേക്കണം കാണുന്നത്. അപ്പോൾ ഇഞ്ചിയൊക്കെ നല്ല ഇഞ്ചി ആയിരിക്കും കേട്ടോ. ഇത് ഇഞ്ചി വിത്ത് മമ്മി കൊണ്ടുവന്ന് നടുവാ ചെയ്ത് കേട്ടോ. ആക്ച്വലി ഇത് നട്ട ആൾ ഇവിടെ ഇല്ല. ആൾ ജോലി കാര്യമായിട്ട് പുറത്തേക്ക് പോയേക്കുവാണ്, വിദേശത്താണ് എൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് ഇത് നട്ട ആൾ വേറെയാണ്, പക്ഷേ ഞങ്ങൾ വിളവെടുക്കുന്നത് ഞങ്ങളാണെന്ന് മാത്രം. എൻ്റെ മമ്മി ഇപ്പം ഇനി അടുത്തൊന്നും പെട്ടെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെ എടുക്കുന്നത്. പിന്നെ മമ്മിക്കൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുന്ന പരിപാടികളൊന്നുമില്ല. അവർ പണ്ടത്തെ ആൾക്കാരാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. ഇവരൊക്കെ ചെയ്ത് നല്ല ശീലമുള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ആളാണെങ്കിൽ നമ്മുടെ പപ്പയ്ക്കാണെങ്കിലും സമയമില്ല. ഒന്നില്ലെങ്കിൽ കുഞ്ഞാവേനെ നോക്കൽ പരിപാടി ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്നുണ്ടാവും. കുഞ്ഞാവനെ നമ്മളെപ്പോഴും നോക്കാൻ ആൾ വേണം. അവനാണെങ്കിൽ കിടന്ന് ഉറങ്ങത്തില്ല. കുറച്ച് നേരം 1 മണിക്കൂറൊക്കെ കഷ്ടിച്ച് കിടന്ന് ഉറങ്ങുള്ളൂ. അതും ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ എഴുന്നേക്കും. അപ്പോൾ നമ്മളിങ്ങനെ തൊട്ടിലടിയൊക്കെ കൊടുക്കും. മഞ്ഞൾ ഇഞ്ചി ഏകദേശം പറിച്ച് തീരാറായിട്ട് ഇനി വളരെ കുറച്ച് കടകളും കൂടിയുള്ളൂ. അത് തടുത്തു കൂട്ടി പറിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതൊക്കെ ഗ്രോ ബാഗിൽ നടാട്ടോ. ഗ്രോ ബാഗിൽ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ നല്ല വിളവ് ഉണ്ടാവും എന്ന് പറയണേ. കാരണം ഗ്രോ ബാഗിലാകുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഇലകളൊക്കെ വെച്ചിട്ട് നിറച്ച് നമുക്ക് നടാലോ. ഇതിപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നടാനൊന്നും പെട്ടെന്ന് സമയമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, മണ്ണ് നിറച്ചെടുക്കാനൊക്കെ. ഇതാകുമ്പോൾ വേഗം മാത്രമല്ല, മുറ്റം പുല്ല് പിടിക്കാണ്ട് കിടക്കാണ്ട് ഇങ്ങനെ നട്ടു വയ്ക്കുന്നത് നല്ലതാണല്ലോ എന്ന് കരുതിയിട്ടാണ്. എന്നാലും നിങ്ങൾ നോക്കൂ, ഇതിൻ്റെയൊക്കെ സൈഡിലൊക്കെ പുല്ല് പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പം മാക്സിമം പുല്ല് പോരാത്ത രീതിയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നട്ടു വയ്ക്കാമെന്നൊക്കെ കരുതിയതാണ്. ഇതിപ്പോൾ നമ്മൾ കുറേയൊക്കെ സാധനങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സ് തൈകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം കേട്ടോ. ഫ്രൂട്ട്സ് തൈയൊക്കെ ഇപ്പോൾ നമ്മുടെ പേരയൊക്കെ നമുക്ക് പൂവിട്ടിട്ടുണ്ടൊക്കെയുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാം ബഡ് തൈകളാണ് നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ചിലത് മാത്രം നമുക്ക് അവിടെ പടും മുളച്ചത്, ഈ കുരു കടന്ന് മുളച്ച് മതി കണ്ടോ. ഇപ്പം നമ്മുടെ കൂടുതൽ ഇഞ്ചിയും കിട്ടിയിരുന്നത് ഇതാണ് കേട്ടോ. പിന്നെ ഇതിൽ കൂടുതലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഏറ്റവും കൂടുതൽ കിട്ടിയതാണ് ആ ഒരു കടയിൽ നിന്ന് കിട്ടിയത്. ബാക്കിയൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ ഇഞ്ചി. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ, ഏകദേശം നമുക്ക് ചുക്കായിട്ട് ഉണക്കി എടുക്കുകയും ചെയ്യാം. ചുക്കൊക്കെ നമുക്ക് കടയിൽ നിന്ന് കിട്ടണമെങ്കിലൊന്നും നമുക്ക് അത്ര നല്ലതായിട്ട് തോന്നിയിട്ടില്ല നമ്മൾ ഈ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും. പക്ഷേ ചുക്ക് കാപ്പിയൊക്കെ നമ്മളെപ്പോഴും നമ്മൾ തന്നെ അതായത് ഇഞ്ചി ഉണക്കി നമ്മൾ തന്നെ എടുത്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനെപ്പോഴും മിക്കവാറും ഇതുപോലെ നാടൻ ഇഞ്ചിയൊക്കെ കിട്ടുമ്പോഴും ഞാനിതുപോലെ ചുക്കാക്കി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ, ഉണക്കി ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. മറ്റേത് ഭയങ്കര വലിയ ഇഞ്ചിയില്ലേ, വലിയ ചുക്ക്, അതായിരിക്കും നമുക്ക് കടകളിലൊക്കെ കിട്ടണത്. നിങ്ങളങ്ങനെ പുറത്തുനിന്നാണോ ചുക്കൊക്കെ മേടിക്കാറ്? പക്ഷേ അത്ര എഫക്റ്റീവുമായിട്ട് തോന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ നാടൻ ഇഞ്ചിക്ക് ഉള്ള ഒരു ടേസ്റ്റും സ്മെല്ലും അത് അത്രയും തന്നെ ഈ വലിയ ഇഞ്ചികൾക്കില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ നാടൻ ഇഞ്ചി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത് വളരെ ചെറുതായിരിക്കും നാടൻ ഇഞ്ചികളൊക്കെ. അപ്പോൾ അത് നമുക്ക് നന്നാക്കി എടുക്കാനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളെങ്ങനെയാണ് ഈ ചുക്കൊക്കെ ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ താഴെ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇപ്പോൾ നമ്മുടെ നാരങ്ങയുടെ ചെടി ഇത് ബഡാണ് കേട്ടോ. അപ്പോൾ നാരങ്ങയുടെ നാരങ്ങയാണ്. അപ്പോൾ ആ നാരങ്ങ നട്ടേക്കണതിന് തടം എടുത്ത് വെക്കുന്നതാണ്. കാരണം ഇപ്പം വെള്ളം കുറഞ്ഞു വരാണല്ലോ വെയിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ നട്ട് വെച്ചേക്കുന്ന ഒരു പൈനാപ്പിളിൻ്റെ തൈ കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ നാൾ കൂടിയിട്ട് ഇപ്പോൾ ഒരു പൈനാപ്പിൾ കായ്ച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വേലിയോട് ചേർന്നിട്ട് നമ്മുടെ കോവൽ തണ്ടൊക്കെ ഇങ്ങനെ പടർന്നെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് കോവയ്ക്കൊക്കെ പറിച്ച് ഞങ്ങൾക്ക് ഒരു നേരത്തേക്കൊക്കെ ഉള്ള ഒരു ഒലത്ത് കറിക്കുള്ള കോവയ്ക്കൊക്കെ കിട്ടിയായിരുന്നു ടോയ്സ്. അപ്പോൾ നമ്മുടെ കുഞ്ഞാവിയും കൂടി കണ്ട ഇതുപോലെ ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ നിന്നിട്ടാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ പഠിക്കണത്. അപ്പോൾ കുഞ്ഞാവിയുടെ പപ്പയാണല്ലോ നമ്മുടെ മഞ്ഞൾ ഇഞ്ചിയൊക്കെ പറിക്കുന്നത്. അപ്പോൾ പപ്പേനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാണ്ട. ആൾക്ക് ഇച്ചിരി മടിയാണ്. ആൾക്ക് പപ്പേനെ കണ്ടു കഴിഞ്ഞാൽ പപ്പ എടുക്കണം, അങ്ങനത്തെ സ്വഭാവക്കാരനാണ്. അതേ നമ്മുടെ നാരങ്ങയ്ക്കുള്ള തടം കോരി വെച്ചേക്കാണ്. കാരണം വെള്ളം കുറേ നേരം അവിടെ തങ്ങി നിൽക്കാനൊക്കെ ആയിട്ടേ ഭയങ്കര ചൂടാണല്ലോ, വേനലാണ്. അപ്പോൾ നമുക്ക് വെള്ളം അടിക്കണം. ഇതിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മോട്ടർ അടിച്ച് നനയ്ക്കും കേട്ടോ.
എല്ലാ തൈകളും നനയ്ക്കാനുണ്ടല്ലോ, നമ്മുടെ വാഴയൊക്കെ കുലച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വാഴയ്ക്കൊക്കെ നനവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ മഞ്ഞൾ നട്ടേക്കുന്ന വേറൊരു ഭാഗം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ കളിക്കാൻ വേണ്ടി വന്നപ്പോൾ അവർ കുറച്ചൊക്കെ നിന്ന് പറിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. തൂമ്പയൊക്കെ എടുത്തിട്ട് പറിക്കണ പരിപാടികളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എന്നാലും പിന്നെയും ഇനി അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് എന്തോ കുറച്ചൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ, കൂടുതലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഏകദേശം നമ്മുടെ മഞ്ഞളും ഇഞ്ചിയുടെയൊക്കെ ഏകദേശം വൈൻഡപ്പായി. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറിക്കാനായിട്ട്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ ഇടയിൽ കാണിച്ചിട്ടുണ്ട് മഞ്ഞളും ഇഞ്ചിൻ്റെയൊക്കെ എന്തോരം നമുക്ക് കിട്ടിയെന്നുള്ളത്. പിന്നെ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെങ്ങനെയാണ് ചുക്കൊക്കെ മേടിക്കാറാണോ അതോ ഇതുപോലെ ഉണക്കാറാണോ പതിവെന്നുള്ളത്. പിന്നെ ഗ്രോ ബാഗിൽ ഇങ്ങനെ നട്ട് ഇഞ്ചി പിടിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെയാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ ഞങ്ങൾ ഇതുപോലെ കൂർക്കയൊക്കെ നട്ടിട്ട് കൂർക്കയൊക്കെ ഇതുപോലെയൊക്കെ പറിച്ചിട്ടുണ്ട്. കൂർക്ക പറിക്കാൻ വന്നപ്പോൾ പപ്പ ഉണ്ടായിരുന്നു, അവരുടെ അപ്പാപ്പ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പാപ്പയാണ് കൂർക്ക പറിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കളിച്ചൊക്കെ തന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞങ്ങൾ അടുത്ത വീഡിയോസായിട്ട് വരുന്നതാണ്. ഇനി ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മുടെ വീട്ടിൽ കിളിയൊക്കെ കൂടൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസായിട്ടൊക്കെ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, സീ യു.